നമസ്കാരം. CPMന്റെ പരാജയം എവിടെയാണ്? ഇലക്ഷനിൽ തോറ്റതല്ല. ഇലക്ഷനിൽ തോൽക്കുകയും ജയിക്കുകയും ഒക്കെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകാം. പക്ഷേ CPMന്റെ യഥാർത്ഥമുള്ള പരാജയം അതിലെ ആശയമുള്ള, സത്യസന്ധരായിട്ടുള്ള, അഴിമതിയില്ലാത്ത, നല്ല ആർജവമുള്ള, നേതൃഗുണമുള്ള നേതാക്കൾ CPM വിട്ടുപോയതാണ്. 3 നേതാക്കളാണ് അടുത്തിടെ CPM വിട്ടുപോയി മത്സരിച്ച് MLA മാരായത്. അതാണ് ഏറ്റവും വലിയ CPMന്റെ പരാജയം. CPMന്റെ പതനം അവിടെയാണ് തുടങ്ങുന്നത്. പോയവരാരൊക്കെയാണ്? വി കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദൻ, G സുധാകരൻ. 3 പേര് പാർട്ടി വിട്ടത് അവരുടെ സ്വാർത്ഥ മോഹം കൊണ്ടല്ല, പാർട്ടിയിലെ അഴിമതി കൊണ്ടാണ്. നേതാക്കൾ മുച്ചൂടും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവർ പാർട്ടി വിട്ടുപോയത്. 3 ശക്തരായ ജനസമ്മതിയുള്ള നേതാക്കൾ. ജനസമ്മതി ഉണ്ടായതുകൊണ്ടാണല്ലോ അവർ ഇലക്ഷനിൽ ജയിച്ച് 3 പേര് MLA മാരായത്. ഇനി ഒരാളും കൂടെ ഉണ്ട്. ഞങ്ങൾക്ക് RSSകാർക്ക് വിരോധിയാണെങ്കിലും CPMനെ സംബന്ധിച്ചോളം ഏറ്റവും സത്യസന്ധനായ, ഒരു അഴിമതിയുമില്ലാത്ത ഒരു നേതാവാണ് P ജയരാജൻ. അദ്ദേഹത്തെ തടുത്തുകൂട്ടി ഒരു മൂലയ്ക്കാക്കി വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ പറ്റി പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കണ്ണൂർ രാഷ്ട്രീയമാണ്. RSSകാരും CPMകാരുമായിട്ട് വളരെ ഫൈറ്റുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും തീർത്തും അഴിമതിയില്ലാത്ത നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഈ P ജയരാജൻ. അദ്ദേഹത്തെ നേതൃത്വം ഒരു കോണിൽ അടുപ്പിച്ച് വെച്ചിരിക്കുകയാണ്. പാർട്ടി വിട്ടുപോകാൻ അദ്ദേഹത്തിന് പറ്റാഞ്ഞിട്ടല്ല, പക്ഷേ കമ്മ്യൂണിസം അദ്ദേഹത്തിന് അന്ധമായി പിടികൂടപ്പെട്ടതുകൊണ്ടാണ്. MV ഗോവിന്ദൻ, പിണറായി വിജയൻ, ആ ലോബി സത്യസന്ധരായിട്ടുള്ള എല്ലാ നേതാക്കളെയും പിന്തള്ളി, എല്ലാ നേതാക്കളെയും ഒതുക്കി അവരുടെ കസ്റ്റഡിയിലാക്കി പാർട്ടി. തനിക്ക് ശേഷം പ്രളയം എന്നുള്ള രീതിയിലുള്ള നയമാണ് അവർ സ്വീകരിച്ചത്. ഈ പാർട്ടി നിലനിൽക്കണമെന്ന് അവർക്ക് ഒരാഗ്രഹവുമില്ല. ഈ പാർട്ടി ഇങ്ങനെ നിലനിന്നാലും ഇല്ലെങ്കിലും അവരവരുടെ കാര്യം നടക്കണം, ഉള്ള കാര്യങ്ങൾ നടക്കണം. ഈ പാർട്ടി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ സത്യസന്ധരായിട്ടുള്ള നേതാക്കൾ, ആശയമുള്ള നേതാക്കൾ ഈ പാർട്ടിയുടെ നേതൃത്വത്തിൽ വരണം. ഒറ്റയൊരു നേതാക്കൾ ഇപ്പോൾ CPMനില്ല. അത്തരത്തിൽ അഴിമതിയില്ലാത്തതും സ്വജനപക്ഷപാതമില്ലാത്തതും സ്വാർത്ഥമോഹമില്ലാത്തതുമായ ഒറ്റയൊരു നേതാവ് ഇപ്പോൾ CPMന്റെ നേതൃനിരയില്ല. ഈ പാർട്ടി വിട്ടുപോയ 3 പേര്, വി കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദൻ, G സുധാകരൻ, ഇവർ 3 പേരും അഴിമതിയില്ലാത്തവരാണ്. അഴിമതിയില്ലെന്ന് മാത്രമല്ല, കമ്മ്യൂണിസത്തിൽ നിന്നും അണുവിട മാറാത്ത, ശക്തമായി കമ്മ്യൂണിസ്റ്റിന് വേണ്ടി നിൽക്കുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, സ്വാർത്ഥമോഹമില്ലാത്ത 3 നേതാക്കളാണ് വെളിയിൽ പോയത്. ഇനിയുമുള്ളത് P ജയരാജനാണ്. അദ്ദേഹം കൂടെ പാർട്ടി വിട്ടുപോയാൽ പൂർണ്ണമായി ഇവരുടെ പതനം തുടങ്ങുന്നത് നല്ല നേതാക്കൾ പോകുന്നതിൽ നിന്നാണുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. നോക്കിക്കോ, പോകെ നല്ല നേതാക്കൾ എല്ലാം പോയി കഴിഞ്ഞു. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പോയി കഴിഞ്ഞു. ഇനിയും പോകാൻ ആരുമില്ല. അണികൾ അസ്വസ്ഥരാണ്. അണികൾക്ക് ഈ പാർട്ടിയുടെ കൊള്ളരുതായ്മയിൽ വളരെയേറെ വേദനയുള്ളവരാണ്. അവരാരും വെളിയിൽ പറയുന്നില്ല. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പ്രസ്താവന നടത്തി, ആരും ഭയക്കാതെ അഭിപ്രായം പറയണമെന്ന്. ആരും ഭയക്കാതെ അഭിപ്രായം പറയണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇതുവരെ അവർ നേതൃത്വത്തെ ഭയന്നു എന്നുള്ളതിലെ സത്യം. തോക്കൻ കുഴലിലൂടെ കമ്മ്യൂണിസം ഉണ്ടാക്കുക, ഭീഷണിപ്പെടുത്തി നിർത്തുക, അതാണ് ഇവരുടെ നയം. ഒരിക്കലും ജനാധിപത്യ രാജ്യത്ത് അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിസം നിലനിൽക്കാൻ പറ്റില്ല. ജനാധിപത്യപരമായ മര്യാദകൾ പാലിക്കാത്ത ഒരു പാർട്ടിയും ഇവിടെ നിലകൊള്ളില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറയാൻ പോയത് ഇത്രയും നേതാക്കളെ പറ്റിയാണ്. ഈ ദുരവസ്ഥ അവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടിയാണ് ഉത്തരവാദികൾ. ഇനിയും പോകെ ഈ പാർട്ടി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നല്ല നേതാക്കളൊക്കെ പോയി. ഇനിയും കുറേ കള്ളന്മാർ മാത്രമേ ഉള്ളൂ. നന്ദി, നമസ്കാരം.